രാവിലെ എണീറ്റായിട്ട് ഞാൻ നേരെ ഹാളിൽ ചെന്നിട്ട് ദേ വാതിലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് എൻ്റെ മാല ബേക്കിലായിട്ടാണ് കിടക്കുന്നത്. ഉറക്കത്തിൽ പെട്ടുപോയതായിരിക്കും, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. രാവിലെ എണീറ്റിട്ട് ഞാൻ കണ്ണാടി പോലും നോക്കാറില്ല. നേരെ ഞാൻ അടുക്കളയിലോട്ടോ കിച്ചണിലോട്ടാണ് കയറാറുള്ളത്. പിന്നെ ദേ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്ത് നേരെ അടുക്കള വാതിൽ ഒരെണ്ണം തുറന്നിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ബേക്കോശത്തെ വാതിലും കൂടെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇങ്ങനെ എല്ലാ വാതിലും ഇങ്ങനെ തുറന്നിട്ട് വെട്ടവും വെളിച്ചമൊക്കെ കിട്ടിയിട്ട് കുക്ക് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ ജനലൊക്കെ തുറന്നിട്ട് നേരെ ചായ കാച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചായയൊക്കെ കാച്ചാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ പിന്നെ പയറുണ്ടല്ലോ, നമ്മുടെ വൻപയർ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു തലേ ദിവസം തന്നെ. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇനിയിപ്പോൾ ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചാൽ മതി. അത് അവിടെ വേവുമ്പോഴത്തേക്കും എനിക്ക് ഇന്നലത്തെ കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് കഴുകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം സോപ്പ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ രാവിലെ സോപ്പ് വാങ്ങിച്ചിട്ട് കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഉണ്ടാക്കുന്ന പാത്രങ്ങളൊക്കെ കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം കൈയോടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ എന്താണ് കലക്കി ചുട്ടപ്പം ചുടാൻ വേണ്ടിയിട്ട് മിക്സിയിലോട്ട് മാവും അതുപോലെ തന്നെ മുട്ടയൊക്കെ പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ആരെയാണ് കണി കണ്ടത് എനിക്കറിയില്ല. ചായ പകർത്തിയപ്പോൾ ചായ നിലത്തോട്ട് വീണു. പിന്നെ ഉള്ളി ഇട്ടപ്പോൾ ഉള്ളിപ്പാത്രം നിലത്തോട്ട് വീണു. എന്താണെന്നറിയില്ല, ഇന്ന് മൊത്തത്തിൽ അബദ്ധത്തിൻ്റെ ഒരു കളി തന്നെയായിരുന്നു. പിന്നെ ആ പാത്രമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാനിതാ കുത്തി മൂപ്പിക്കൂലേ, ഉള്ളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടിച്ചമുളകൊക്കെ ഇട്ടിട്ട് അത് കുത്തി മൂപ്പിച്ചിട്ട് പയർ തട്ടി കൊടുത്തിട്ടാ. ഇനി അത് അവിടെ ഇരുന്ന് തിളച്ചോളും. ഇവിടെ കലക്കി ചുട്ട പത്തിരിയും ചെയ്തപ്പോൾ അതേ ഒരു സംഭവം തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നേ. ചട്ടി ചൂടായിട്ടാണ് ഞാൻ ആ മാവ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഒത്തിരി ഒന്ന് കോളായിട്ടുണ്ടായിരുന്നു. പിന്നെ ഉണ്ടാക്കിയതൊക്കെ ശരിയായിട്ടുണ്ടായിരുന്നേ. പിന്നെ പരക്കുന്ന പാത്രങ്ങളൊക്കെ കൈയോടെ അങ്ങോട്ട് കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിടുന്നുണ്ട് കേട്ടോ. പിന്നെ വിരിയൊക്കെ ഒന്ന് നീക്കിയിടുന്നുണ്ട്. പിന്നെ കുറച്ച് തുണികൾ രാത്രി തന്നെ തിരുമ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇന്ന് പോയപ്പോഴത്തേക്ക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൈയോടെ എടുത്ത് മാറ്റി. പിന്നെ ഇന്നലെ കുറച്ച് റോസാപ്പൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഇക്കയുടെ മേത്തൊക്കെ വിതറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെനിക്ക് തന്നെ പണിയായിട്ടുണ്ട്. ഞാൻ തന്നെ ക്ലീൻ ചെയ്തു. പിന്നെ അങ്ങ് ഒരു വീട് കാണാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഞാനൊരു ഞാലിപ്പൂവിനെടുത്ത് കൈ പിടിച്ചാണ്. എന്തായാലും റൊട്ടീൻ ആയാലും കഴിക്കാമല്ലോ. അങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ അതിരുന്ന് കഴിച്ചിട്ട് ഞങ്ങൾ വീടൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വന്നിട്ടുണ്ട് കേട്ടോ. വീട്ടിലോട്ട് വന്ന പാടെ തന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. പിന്നെ ചായ ചൂടാക്കാൻ വേണ്ടി വെച്ച് അതും മറിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്ന് ആരെയോ കണി കണ്ടിട്ടുണ്ട്. എനിക്കെല്ലാം കണി കണ്ടതാണോ ഇനി എൻ്റെ പൊട്ടത്തരത്താണോ എന്നറിയില്ല, എല്ലാം ഫുൾ അബദ്ധമാണ് കേട്ടോ. തട്ടലും മുട്ടലും ചീറ്റലൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ കുഞ്ഞു വീട് നമ്മൾ വീട്